പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിന്റെ വിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ വിഷയം ഗ്രഹവിഗ്രഹങ്ങളും ആഭരണങ്ങളും മത്സരങ്ങളുമായി കനാൻ യാത്രയും കനാൻ ജീവിതവും ആരാധനയും സാധ്യമാണോ? ഈ കാര്യം പുതിയ നിയമസഭയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ഈ വിഷയത്തെക്കുറിച്ച് ഗോത്രപിതാവായ യാക്കോബ് തന്റെ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യയായിരുന്ന റാഹേലിന്റെ വിജയ പരാജയങ്ങൾ നിറഞ്ഞ ജീവിത കഥയിൽ നിന്നും ശ്രദ്ധിക്കാം. മത്സരം, അസൂയ, സ്വയാശ്രയം, സാമ്പത്തിക സുരക്ഷിതത്വം, ലൗകിക നേട്ടങ്ങൾ, മാനുഷിക സ്നേഹബന്ധനങ്ങൾ എന്നിവയ്ക്കൊന്നും ആരെയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്കോ രക്ഷയിലേക്കോ യഥാർത്ഥ ആരാധനയിലേക്കോ നിത്യജീവങ്കലേക്കോ എത്തിക്കാനാകില്ല എന്നും സ്വർഗീയ കനാനിലേക്ക് അഥവാ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത വിശ്വാസവും ദൈവാശ്രയവും ആണ് എന്ന് ഗോത്രപിതാവായ യാക്കോബിന്റെ പ്രിയ ഭാര്യയായിരുന്ന റാഹേലിന്റെ ജീവിത കഥ നമ്മെ ഓർപ്പിക്കുന്നു. ഒന്നാമതായി റാഹേലിന്റെ വ്യക്തിത്വത്തെയും കുടുംബ പശ്ചാത്തലത്തെയും കുറിച്ച് ശ്രദ്ധിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 28 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ റാഹേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. റാഹേൽ പദ്ദാൻ അരാമിലെ ലാബാന്റെ പുത്രിയും യാക്കോബിന്റെ ആദ്യ ഭാര്യയായ ലേയായുടെ സഹോദരിയും യാക്കോബിന്റെ ഏറ്റവും പ്രിയമുള്ള ഭാര്യയുമായിരുന്നു. റാഹേൽ എന്ന പേരിന്റെ അർത്ഥം കുഞ്ഞാട് എന്നാണ്. അവൾ വളരെ സൗന്ദര്യവതിയായിരുന്നു. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ എത്തിയ ദിവസം മുതൽ തന്നെ അവൻ റാഹേലിനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അവന് റാഹേലിനെ വിവാഹം കഴിച്ച് നൽകേണ്ടിയിരുന്ന ദിവസം ലാബാൻ വളരെ തന്ത്രപരമായി തന്റെ മൂത്ത മകളായ ലേയായെ അവന് വിവാഹം കഴിച്ച് നൽകുകയായിരുന്നു. ആയതിനാൽ യാക്കോബിന് വീണ്ടും 7 വർഷം കൂടി റാഹേലിനായി ലാബാന്റെ ഭവനത്തിൽ ജോലി ചെയ്യേണ്ടതായി വന്നു. യാക്കോബ് അവളെ സ്വന്തമാക്കുന്നതിനായി 14 വർഷം ലാബാന്റെ ഭവനത്തിൽ ജോലി ചെയ്തിരുന്നു എന്നതിൽ നിന്ന് തന്നെ അവളോടുള്ള അവന്റെ യഥാർത്ഥ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി റാഹേലിന്റെ പരാജയത്തെക്കുറിച്ച് ശ്രദ്ധിക്കാം. സന്താനലബ്ധിക്കായി റാഹേലിന്റെ ജീവിതത്തിൽ വലിയ പോരാട്ടമുണ്ടായിരുന്നുവെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതിനായും ലഭിച്ചതിനാലും ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്ന സാറ, റിബേക്ക, ലേയ എന്നീ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വിപരീതമായി റാഹേൽ ഇക്കാര്യം ഭർത്താവിനോട് ആവശ്യപ്പെട്ടും പരാതി പറഞ്ഞും സഹോദരിയായ ലേയയോട് മത്സരിച്ചും ജീവിച്ചു. അവൾ തന്റെ ദാസിയായ ബിൽഹയെ യാക്കോബിന് ഭാര്യയായി നൽകുകയും അവളിലൂടെ ദാൻ, നഫ്താലി എന്നീ 2 പുത്രന്മാരെ നേടുകയും ചെയ്തിരുന്നു. ഒരിക്കൽ പുത്രോത്പാദനത്തിന് സഹായകരമെന്ന് കരുതുന്ന ദൂതാഫലത്തിനായി തന്റെ ഭർത്താവിനെ ഒരു ദിവസത്തേക്ക് സഹോദരി ലേയയ്ക്ക് വിട്ടുകൊടുത്ത സംഭവവും ഉൽപ്പത്തിയുടെ പുസ്തകം 30:15 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവങ്ങളിൽ നിന്നും റാഹേൽ തന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായും അനുഗ്രഹങ്ങൾക്കായും യഹോവയാം ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇത് അവളുടെ പരാജയം തന്നെയായിരുന്നു. മൂന്നാമതായി റാഹേലിന്റെ വിജയത്തെക്കുറിച്ച് ചിന്തിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 30:22 പറയുന്നു, ദൈവം റാഹേലിനെ ഓർത്തു, ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. ആമേൻ. നമ്മുടെ ദൈവം കരുണയും കൃപയും മനസ്സലിവും മഹാദയയും ഉള്ള ദൈവമായതിനാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകളെ കണക്കിടാതെ നമ്മോട് മനസ്സലിയുകയും അനുഗ്രഹിക്കുകയും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ കാരണത്താൽ തന്നെ റാഹേലും അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ അവൾക്ക് ജോസഫ്, ബെന്യാമിൻ എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അതിലൂടെ അവൾക്കും ഇസ്രായേൽ ഗോത്രങ്ങളുടെ മാതാവ് എന്ന ബഹുമതി ലഭിച്ചു. ഒപ്പം ജോസഫ് ഇസ്രായേൽ വംശത്തിന്റെ നിലനിൽപ്പിന്റെയും വളർച്ചയുടെയും സംരക്ഷകനായി തീർന്നു. ദൈവമായ കർത്താവ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുകയും മിസ്രൈം ദേശത്തിനൊക്കെയും മേലധികാരിയായി ഉയർത്തുകയും ചെയ്തു. അമേൻ. ഇസ്രായേൽ രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവായ കീശിന്റെ മകനായ ശൗൽ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു. പിന്നത്തേതിൽ ഇസ്രായേൽ രാഷ്ട്രം വിഭജിക്കപ്പെട്ട് തെക്കേ രാജ്യമായ യഹൂദ രാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോഴും ബെന്യാമിൻ ഗോത്രം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ റാഹേലിന്റെ ജീവിതത്തെ സഫലമാക്കുന്നു. നാലാമതായി റാഹേലിന്റെ ജീവിതം എപ്രകാരം ശാപഗ്രസ്തമായി തീർന്നുവെന്ന് ശ്രദ്ധിക്കാം. യോസെഫ് ജനിച്ചതിന് ശേഷം യാക്കോബ് തന്റെ കുടുംബത്തോടൊപ്പം കനാൻ ദേശത്തേക്ക് തിരികെ പോകുവാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണമുണ്ടായിരുന്നു. ലാബാൻ തന്നെയും കുടുംബത്തെയും തടയും എന്ന ഭയം.
ആയതിനാൽ യാക്കോബ് തന്റെ ഭാര്യമാരെയും മക്കളെയും കൂട്ടി രഹസ്യമായി കനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ലാബാൻ യാക്കോബിന് ദോഷം ചെയ്യുവാനായി അവനെ പിന്തുടർന്നു. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് യഹോവയാം ദൈവം ലാബാനോട് കൽപ്പിച്ചിരുന്നതിനാൽ അവൻ ശാന്തനായി വന്ന് യാക്കോബിനോട് തന്റെ ഭവനത്തിന്റെ ദേവന്മാരെ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചു. സത്യത്തിൽ റാഹേൽ തന്റെ അപ്പന്റെ ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അറിയാതെ യാക്കോബ് ലാബാനോട്, നിന്റെ ദൈവങ്ങളെ ആരുടെ അടുക്കൽ കണ്ടാലും അവൻ ജീവനോടെ ഇരിക്കയില്ല എന്ന് ശപിച്ചു. ലാബാൻ യാക്കോബിന്റെ സകല കൂടാരങ്ങളെയും പരിശോധിച്ചു. എങ്കിലും റാഹേലിന്റെ കാപട്യം കാരണം വിഗ്രഹങ്ങൾ കണ്ടെത്താനായില്ല. അങ്ങനെ അവൾ അപ്പന്റെ ഭവനത്തിലെ ഗ്രഹവിഗ്രഹങ്ങളുമായി വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്തു. എന്നാൽ സഹോദരങ്ങളെ, ദൈവം തന്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തി അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾക്ക് തന്നെ എത്ര വലിയ അപകടം വരുത്തുവാൻ കഴിയും എന്നതിനുള്ള ഉദാഹരണമാണ് റാഹേലിന്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ സംഭവിച്ചത്. ദൈവിക വാഗ്ദത്വത്തിന്റെ നിവൃത്തീകരണത്തിനായി ദൈവം തിരഞ്ഞെടുത്തവരിൽ ഒരാളായിരുന്ന യാക്കോബിന്റെ പ്രിയ ഭാര്യയായിരുന്ന റാഹേൽ പദ്ദാൻ അരാമിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ തന്റെ അപ്പന്റെ ഭവനത്തിലെ ഗ്രഹവിഗ്രഹങ്ങളെ രഹസ്യമായി കൊണ്ടുവന്നു. ദൈവജനത്തിന്റെ ഭാഗമായിരുന്ന റാഹേൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്നാൽ അതിൽ നമുക്ക് പ്രധാനമായും 3 കാരണങ്ങൾ കാണുവാൻ കഴിയും. ഒന്ന്, സാമ്പത്തിക സുരക്ഷിതത്വത്തിനായുള്ള ആശ്രയം. റാഹേൽ വിഗ്രഹങ്ങളെ സൂക്ഷിച്ചത് തനിക്കും മക്കൾക്കും ഭാവിയിൽ സാമ്പത്തിക ഭദ്രത ലഭിക്കും എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. വിലപിടിപ്പുള്ള മുത്തുകളും രത്നങ്ങളും ലോഹങ്ങളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങൾ ഭാവിയിൽ തനിക്ക് സാമ്പത്തിക ഭദ്രത നൽകും എന്ന് അവൾ വിശ്വസിച്ചിരിക്കാം. രണ്ടാമതായി, ആത്മീക അനുഗ്രഹത്തിനായുള്ള തെറ്റായ ആശ്രയം. അവൾ തങ്ങളുടെ യാത്രയുടെ സുരക്ഷയ്ക്കും അനുഗ്രഹത്തിനുമായി യാക്കോബിന്റെ ദൈവത്തെക്കാൾ തന്റെ പിതാവിന്റെ ഗ്രഹദേവതകളിൽ ആശ്രയം വെച്ചു. ഒരുപക്ഷെ ഭാവിയിൽ മക്കളോട് ഈ ദൈവമാണ് നമ്മെ കനാൻ ദേശത്തേക്ക് എത്തിച്ചത് എന്ന് പറയുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം. മൂന്നാമത്തെ കാരണം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ആ ഗ്രഹദേവതകളുമായി ബന്ധപ്പെട്ടിരുന്ന ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആകർഷിക്കപ്പെട്ടിരിക്കുകയും വളരെ സന്തോഷത്തോടുകൂടെ അതിന്റെ ഭാഗമായിരിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. ഇക്കാരണങ്ങളാൽ റാഹേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തിന്റെ ഭാഗമായിരുന്നിട്ടും തനിക്കായി തെറ്റായ ആശ്രയം സൂക്ഷിച്ചിരുന്നു. മനുഷ്യഹൃദയം പലപ്പോഴും തങ്ങളുടെ സുരക്ഷയ്ക്കായും അനുഗ്രഹങ്ങൾക്കായും സൃഷ്ടാവും പിതാവുമായ ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് മറ്റു പലതിലും ആശ്രയിക്കുന്നു. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 35:1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്കുവാനും അവിടെ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുവാനും കൽപ്പിച്ചപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയുവാൻ കൽപ്പിച്ചു. ആയതിനാൽ അവർ തങ്ങൾ സൂക്ഷിച്ചിരുന്ന വിഗ്രഹങ്ങളും ആഭരണങ്ങളും യാക്കോബിന്റെ കൈകളിൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. ഇത് ഒരുപക്ഷെ റാഹേലിന്റെ ജീവനിൽ നിഴലിട്ടിരുന്ന ശാപമോക്ഷത്തിനായി ലഭിച്ച അവസാനത്തെ അവസരം തന്നെയായിരുന്നിരിക്കാം. എന്നാൽ റാഹേൽ അതിൽ പങ്കാളിയായോ ഇല്ലയോ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നില്ല. എന്നാൽ എഫ്രാത്തിന് സമീപം റാഹേൽ തന്റെ രണ്ടാമത്തെ മകനായ ബെന്യാമിനെ പ്രസവിക്കുന്നതിനിടയിൽ കഠിനമായ പ്രസവ വേദന അനുഭവിച്ചു. മരണത്തിനു മുമ്പ് റാഹേൽ തന്റെ മകന്റെ പേര് ബെൻ ഓനി, എന്റെ ദുഃഖത്തിന്റെ മകൻ എന്ന് വിളിച്ചു. എന്നാൽ യാക്കോബ് അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. യാക്കോബിന്റെ പുത്രന്മാരിൽ കനാൻ ദേശത്ത് ജനിച്ച ഏക മകൻ ബെന്യാമിൻ ആയിരുന്നു. യാക്കോബ് റാഹേലിനെ ബത്ലഹേമിനു പുറത്തായി എഫ്രാത്തിലേക്കുള്ള വഴിയിൽ അടക്കം ചെയ്തു. അവളെ മക്പേലയിലെ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവളുടെ ഭർത്താവായ യാക്കോബിനെയും സഹോദരിയായ ലേയയെയും അടക്കം ചെയ്ത സ്ഥലത്ത് അടക്കം ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 1 ശമൂവേൽ 10:2 റാഹേലിന്റെ കല്ലറ ബെന്യാമിൻ ഗോത്രത്തിന്റെ അതിർത്തിയിലെ സെൽസയിൽ സ്ഥിതി ചെയ്യുന്നതായി പരാമർശിക്കുന്നു. യിരെമ്യാവ് 31:15 പ്രവാചകൻ റാഹേലിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സകല സ്ത്രീകളുടെയും പ്രതിനിധിയായി റാഹേലിനെ ഉപമിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമായിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അവർ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല.
ഈ പ്രവചനം യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് ഹെരോദ രാജാവ് ചെയ്ത ബത്ലഹേമിലെ യഹൂദ്യ നിവാസികളുടെ കുഞ്ഞുങ്ങളുടെ വംശഹത്യയിലൂടെ നിറവേറ്റപ്പെട്ടതായി മത്തായി എഴുതിയ സുവിശേഷം 2:16 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായി റാഹേൽ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പിനെ കുറിച്ച് ശ്രദ്ധിക്കാം. യാക്കോബ് കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഗ്രഹബിംബങ്ങളെ നീക്കി. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളിൽ നിന്നും വിട്ടുമാറിയില്ല. അവൾ തന്റെ രക്ഷയ്ക്കായി ലഭിച്ച അവസാന അവസരവും ഉപയോഗിച്ചില്ല, ഗണ്യമാക്കിയില്ല. അങ്ങനെ അവൾ യാക്കോബിന്റെ ശാപത്തിൽ നിന്നും നീക്കുപോക്ക് സംഭവിക്കാതെ മരണത്തിന് കീഴടങ്ങി. വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്ത് തന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഒപ്പം ജീവിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. അപ്രകാരം പ്രിയമുള്ളവരെ, ഇന്നും നമ്മിൽ അനേകർ ശാപഗ്രസ്തരാണ്. എങ്കിലും നമ്മുടെ പാപങ്ങളെ അംഗീകരിക്കുകയും അതുപേക്ഷിക്കുവാൻ തീരുമാനിച്ച് യേശു കർത്താവിനെ ജീവിതത്തിന്റെ നിത്യരക്ഷകനായി സ്വീകരിച്ച് കർത്താവിനോടൊപ്പം നിത്യതയിൽ പ്രവേശിക്കുവാനും ആയുമുള്ള അനേകം അവസരങ്ങൾ കൃപയാൽ യേശു കർത്താവ് നമുക്കും നൽകുന്നു എന്നതും സത്യമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയിലാണ്. സഭയെ അവിടെ എത്തിക്കുന്നത് യേശുവും പരിശുദ്ധാത്മാവുമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 യേശു പറഞ്ഞിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ സുരക്ഷയ്ക്കായും അനുഗ്രഹങ്ങൾക്കായും നിത്യജീവനും ആയുള്ള വിശ്വാസവും ആശ്രയവും നമ്മുടെ ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിൽ മാത്രമായിരിക്കട്ടെ. ആമേൻ. എന്നാൽ മനുഷ്യരിലോ ധനത്തിലോ ബുദ്ധിയിലോ ജ്ഞാനത്തിലോ ആശ്രയം വച്ചാൽ സ്വർഗീയ കനാനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ യാക്കോബ് ബഥേലിൽ ദൈവത്തെ ആരാധിക്കുവാനായി യാത്ര ചെയ്യുന്നതിനു മുൻപ് തന്നെ ഗ്രഹബിംബങ്ങളും ആഭരണങ്ങളും നീക്കിക്കളഞ്ഞു. എന്നാൽ പുതിയ നിയമസഭയുമായുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ആഭരണവും ഗ്രഹവിഗ്രഹങ്ങളുമെല്ലാം ഹൃദയത്തിലെ ഗൂഢ മനുഷ്യത്വത്തിലാണ്. ആഭരണങ്ങളും വിഗ്രഹങ്ങളും മാറിപ്പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അകത്ത മനുഷ്യനിൽ യേശു മാത്രമായിരിക്കണം. മറ്റ് സകല ഹൃദയബന്ധനങ്ങളാകുന്ന വിഗ്രഹങ്ങളും പുറത്താകേണ്ടത് ആവശ്യമാണ്. ഈ ഹൃദയബന്ധനങ്ങളെ അതിജീവിക്കുകയും വിട്ടുപോരുകയും ചെയ്യുക എന്നതും വളരെ ശ്രമകരമാണ്. എന്നാൽ നാം എന്തെങ്കിലും ഹൃദയപൂർവ്വം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുവാനായി നാം പരിശ്രമിക്കുന്നു. അതിലൂടെ അനേകർ തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നും ഉണ്ട്. അപ്രകാരം തന്നെ ഹൃദയത്തിൽ നിന്നും ഇപ്രകാരമുള്ള ബന്ധനങ്ങളിൽ നിന്നും ഒരു വിടുതൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ, അതിനായി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ക്രമേണ അത് ഹൃദയത്തിൽ നിന്നും മാറിപ്പോകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 15:13 യേശു പറയുന്നു, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. അതെ, അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇത് എന്റെ അനുഭവമാണ്. ആമേൻ, ഹല്ലേലൂയ. ലോകത്തിന്റെ ആഡംബരത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും അപകർഷതകളുടെയും സാമൂഹിക സാംസ്കാരിക ബന്ധനങ്ങളുടെയും എല്ലാ ബന്ധനങ്ങളും അതിന്റെ ശക്തിയും നമ്മുടെ അകത്ത മനുഷ്യനിൽ നിന്ന് പോയി മറയുമ്പോൾ മാത്രമാണ് സമ്പൂർണമായ പരിവർത്തനം സംഭവിക്കുന്നത്. അകത്തെ മനുഷ്യനിൽ പരിവർത്തനം സംഭവിക്കാതെ പുറത്തെ മനുഷ്യനിൽ നിന്ന് അഥവാ ശരീരത്തിൽ നിന്ന് ആഭരണങ്ങളും വിഗ്രഹങ്ങളും മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്നതിനാൽ ധാരാളം പേർ അതിനായി വീണ്ടും ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം വല്ലാത്തൊരു പ്രതിസന്ധി അകത്തെ മനുഷ്യന് അനുഭവപ്പെടുകയും ഇരുമനസ്സുള്ളവരായി തീരുകയും ചെയ്യുന്നു. ആയതിനാൽ പ്രിയമുള്ളവരെ, വിഗ്രഹങ്ങളായ ലോകബന്ധനങ്ങൾ, മാനവാശ്രയങ്ങൾ, ആഡംബരങ്ങൾ, കയ്പും മത്സരവും ഇവ എല്ലാറ്റിൽ നിന്നും കർത്താവെ എന്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ സകല ലോകബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുമ്പോൾ നിശ്ചയമായും നാം അറിയും, യേശുവും പരിശുദ്ധാത്മാവും നമ്മെ സ്വർഗീയ കനാനിലേക്ക് നയിക്കുന്നുവെന്ന്. ആയതിനാൽ ലോകത്തിന്റെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ, അവളെ വിട്ടുപോരുവാൻ കർത്താവായ യേശുക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. കർത്താവ്